ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി മധുരമുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. മധുരം കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 2 മീഡിയം സൈസിലെ പഴം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര, ഒരു 2 പിടി തേങ്ങ, പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കപ്പലണ്ടിയും കശുവണ്ടിയും ഉള്ള കാരണം ഞാൻ അതെടുത്ത് വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മിൽമ നെയ്യാണ് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത്. പാൻ അടുപ്പത്ത് ചൂടാകുമ്പോൾ മിൽമ നെയ്യ് 2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോരെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ മിൽമ നെയ്യിലേക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് തണുത്ത് വിറച്ചൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. ചെറു ചൂടോടുകൂടി തന്നെ ഇതും ചായയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു എനർജി കിട്ടും. ഇപ്പോൾ ഇത് ശർക്കരയും നെയ്യൊക്കെ വെച്ചുണ്ടാക്കണാരും തന്നെ മഴയത്ത് നല്ല ഒരു അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ശർക്കര ഇട്ടൊന്ന് മെൽട്ടാകുമ്പോൾ തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലൊക്കെ ഒരു പിടി അവലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെള്ളവല്. അവൽ കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയ അവലിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു പിടി അവലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് നട്ട്സ് എടുത്ത് വെച്ചേക്കണത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. തീരെ പൊടിഞ്ഞു പോയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് നെയ്യ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ചുക്കും ഏലക്കായയും ജീരകവും കൂടി ഞാൻ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ ചേർത്തിട്ടുള്ള പലഹാരങ്ങൾ പിള്ളേർക്ക് കൊടുക്കണതും ഹെൽത്തിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി കൂടാനും. പിന്നെ നമുക്ക് ഒരു സ്ട്രോങ് ആയിരിക്കാനൊക്കെ ഇങ്ങനത്തെ നെയ്യ് ചേർത്ത പലഹാരങ്ങൾ വർഷക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്യേണ്ട താമസമുള്ളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റിൻ്റെ താമസത്തിന് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടിയിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ തന്നെ നമുക്ക് സ്പൂണിട്ട് കോരി കഴിക്കാനും പറ്റും. അപ്പം മക്കൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ ഉണ്ടകളാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകും കഴിക്കാൻ. അപ്പം ഇനി ഏത്തപ്പഴമൊക്കെ തൊലി കറുത്തെന്ന് വിചാരിച്ചിട്ട് ആരും കളയരുത്. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനത്തേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി പലഹാരം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.